ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സ്റ്റേജ് പെർഫോമർ ആയിരുന്നു അദ്ദേഹം. യെസ്. ആ ചോദ്യത്തിന് ആലോചിച്ച് പറഞ്ഞ ഉത്തരം തന്നെയാണല്ലോ. സർക്കസ് പോലെ ഒരു സാധനം അല്ലല്ലോ. സ്റ്റേജ് പെർഫോമർ ആണ്. മരിച്ചപ്പോൾ 50 വയസ്സിന് കൂടി പ്രായം ഉണ്ടായിരുന്നു. യെസ്, ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക കലാരൂപത്തിൻ്റെ പൈനിയറായി, അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് എന്ന് വിശേഷിപ്പിക്കാം, ഏതെങ്കിലും കലാരൂപത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ? യെസ്, കിട്ടി. ശ്രീ ജോ ആൻ്റണി അങ്ങ് ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഞാൻ മനസ്സിലെത്തിയ ആളാണ് എങ്കിൽ ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് തെലുങ്ക് ചാനലിലെ അശ്വമേധത്തിനിടയിൽ ഈ വ്യക്തിയുടെ പേര് ഒരാൾ മനസ്സിൽ വിചാരിക്കുകയും ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാവണം ഞാൻ. പക്ഷെ അന്ന് മരിച്ചിട്ടില്ല, അതിനുശേഷം മരിച്ച ആളാണ്. അപ്പം അത് തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യോ? വെയിറ്റ് ചെയ്യൂ, എൻ്റെ മനസ്സിൽ തോന്നിയ ഉത്തരം പറയാൻ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും കേൾക്കാം. എൻ്റെ നാട്ടുകാരൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്നു. നമ്മൾ സാധാരണ മലയാളം പറയുന്നത് പോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു ആളാണ് പുള്ളി. ഇംഗ്ലീഷ് പറയുന്നതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം. ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്. നമ്മൾ എന്തോ ഇന്ത്യ ഫേസിംഗ് പ്രോബ്ലംസ്. ഓൾ ഇന്ത്യൻസ് ആർ ഫേസിംഗ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഇൻ ഡൽഹി, Sonia Gandhi and her sons and her daughter facing problems. Not only but also in Kerala. There are lots of problems in the Congress party. But I have no problem. എൻ്റെ മകൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയപ്പോൾ കിരീടം സിനിമയിൽ മോഹൻലാലിനോട് തിലകം പറഞ്ഞതുപോലെ കറ്റ് താഴെ ഇടുക എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, പാർട്ടിന്ന് മാറില്ലേടാ. പക്ഷെ അവൻ പറ്റി മാറി ഡൽഹിയിൽ പോയി. ഞാനിപ്പോൾ അവനോട് പറയുന്നത്, ഡൽഹിയിൽ പോയാൽ രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദി പഠിക്കണം. മേം വച്ചാൽ ഹൂം വയ്ക്കണം, തും വച്ചാൽ ഹോ വയ്ക്കണം, ആപ്പ് വച്ചാൽ തിരിച്ചു വെച്ചോളണം. അത് കേരളമാണെങ്കിലും ഡൽഹി ആണെങ്കിലും രാഷ്ട്രീയക്കാർ വയ്ക്കുന്ന ആപ്പ് തന്നെ. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ്റെ ശബ്ദം താങ്കൾ ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര, ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴേ അദ്ദേഹം ഉണ്ട്. അപ്പം ശരിക്കും നമ്മൾ ഗ്യാപ്പാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വരാൻ വേണ്ടി സമയമുള്ളപ്പോൾ നമ്മളിരുന്ന് ഞാനിതിങ്ങനെ ഞാൻ സഖാവിനെ പെർഫോം ചെയ്യുമ്പോഴാണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പം ഇങ്ങനെ വെച്ചു. അപ്പം ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്കിത് ചെയ്യണം, പകുതിയായിപ്പോയി. പക്ഷെ ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നിർത്തി, സഖാവ് വന്നു, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സഖാവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി, അയക്കോ, നിന്നെപ്പോലെ കുറേ എണ്ണം ഉണ്ടല്ലോ എന്നെ TV യിൽ വിറ്റ് ജീവിക്കുന്നവർ എന്ന് നമുക്ക് ലൈസൻസ് പോലെ വരുന്നത്. അപ്പം അങ്ങനെ ഇതിനെ ഭയങ്കര സരസമായി എടുക്കുകയും ഭയങ്കര രസകരമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഞാനീ പലപ്പോഴും പുള്ളി പറയുന്ന ഡയലോഗുകൾ പഠിച്ചു വെച്ച് പറയുകയല്ല ചെയ്യുക. ഞാനീ സ്റ്റേജിൽ ആ സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അശ്വമേധം കളിക്കുന്ന പോലെ ചെയ്യും. അശ്വമേധം കളിക്കുന്ന പോലെ ചെയ്യാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരാളെ വിചാരിക്കാം, GS പ്രദീപ്, ജീവിക്കുന്ന സർവ്വവിജ്ഞാനകോശം, ആളെ കണ്ടുപിടിക്കൂ. അല്ല, ഇതിൻ്റെ ബാക്കി അച്യുതാനന്ദനായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പറയാം. എൻ്റെ 20ാമത്തെ ചോദ്യം, ശ്രീ സുനീഷ് വാരനാട്, ഇക്കഴിഞ്ഞ നിമിഷങ്ങളിൽ താങ്കൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അത് ഈ രാജ്യത്തിൽ ആരംഭിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഈ രാജ്യത്തിലെ പ്രപിതാവ്, ദ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുടെ പേരാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ചത്? താങ്കൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. തീർച്ചയായും അതെ. ദ ഫാദർ ഓഫ് ഇന്ത്യൻ മിമിക്രി. ഹൈദരാബാദിലെ സാരഥി സ്റ്റുഡിയോസിൽ
തെലുങ്ക് ചാനലിന് വേണ്ടി അശ്വമേധം ചെയ്യുമ്പോൾ ഒരു മത്സരാർത്ഥി ഇദ്ദേഹത്തിൻ്റെ പേര് വിചാരിക്കുകയും ഞാനൊന്ന് കണ്ടുപിടിച്ചു. അന്ന് 19 ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ മനസ്സിലെത്തി. പിന്നെ അവിടെ പെട്ടെന്ന് അവിടുത്തെ സാഹിത്യകാര് ഗുർജാഡാപ്പാറാവു ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വിചാരിക്കുന്നത്, അവിടുത്തെ ആളുകളെയാണല്ലോ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വന്ന മത്സരാർത്ഥി വാറങ്കലിൽ നിന്നാണ് വന്നത്. അപ്പോൾ വാറങ്കലിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ നേരെ കൊണ്ടപ്പള്ളി സീതാരാമയ്യ മുതൽ ഗദ്ദാർ മുതൽ ഇങ്ങനെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകളെ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി 19 ചോദ്യം. ഇത് കഴിഞ്ഞു, ആ ഷോയൊക്കെ അവിടെ കഴിഞ്ഞു. ആ ഷോയെല്ലാം അവിടെ കഴിഞ്ഞ് കേരളത്തിൽ 10 ലക്ഷം പേര് അസുഖമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കഴിഞ്ഞ് തിരികെ ജീവിതം നന്നായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചു. 2018-19 ആ കാലത്താണ്, 19ലാണ് തോന്നുന്നു, 18ലാണ് 2012 18 ആയിരിക്കും. എനിക്കത് ഐ എം സോറി, ഞാനിത് വിചാരിക്കാനൊരു കാരണം കൂടിയുണ്ട്. പേര് പറഞ്ഞില്ലേ, പേര് പറയുന്നതിന് മുമ്പ്, അതായത് അതും കൂടെ ആ ഒരു കാരണം അറിഞ്ഞിട്ട് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ രസമുണ്ടാവും. ഞാൻ ഈ സിദ്ദിഖ് സാറുമായിട്ട്, അദ്ദേഹമായിരുന്നു ഈ പൊറോട്ട നാടകത്തിൻ്റെ ഒരു സൂപ്പർവൈസർ. സാറുമായിട്ട് കഴിഞ്ഞ കുറേ വർഷത്തെ രാത്രി ഫോൺ ചെയ്ത് സംസാരിക്കും. അപ്പം ആബേലിനെ വിചാരിച്ചിരുന്നു കേട്ടോ, ഞാനത് ശിവമുരളി വിചാരിച്ചു. അപ്പം ഞാൻ സാറുമായിട്ട് ഞാൻ സാറിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കും. സാറേ ഞാനാണ് പറയും, സുനീഷ് എന്തുണ്ട് വിശേഷം. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കുറേ പുള്ളി ഫാസ്റ്റ് റീഡറാണ് പുള്ളി, നല്ലപോലെ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ പുസ്തകം ഞാൻ സാറേ നമ്മുടെ ഒരു കലയെക്കുറിച്ച് ഒരു പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഒരു മലയാളത്തിൽ ഒരു സമഗ്രമായൊരു പുസ്തകമില്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയാലെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സുനീഷ് കുറച്ച് ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഈ പേര് എൻ്റെ അടുത്ത് സിദ്ദിഖ് സാറ് പറയുന്നത്. എന്നാൽ സിദ്ദിഖ് പറഞ്ഞു തരാൻ സാധ്യതയുള്ള വേറൊരാളുടെ പേര് ഞാൻ അങ്ങോട്ട് പറയാം, ശരിയാണോ എന്ന് പറയണം. അത് പലകുറൽ മന്നൻ ശിവഗംഗൈ സേതുരാശരെ കുറിച്ച് സിദ്ദിഖ് പറഞ്ഞു. സുനീഷ്, താങ്കൾ വിചാരിച്ചത് എന്തായാലും പലകുറൽ മന്നൻ ശിവഗംഗൈ സേതുരാശരല്ല. ശിവഗംഗൈ സേതുരാശർക്ക് പലകുറൽ മന്നൻ എന്നുള്ള തലക്കെട്ട് കൊടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അറിഞ്ഞർ അണ്ണാദുരൈയാണ്, CN അണ്ണാദുരൈയാണ്. 1000 തമിഴ്നാട്ടിലെ ആ കാലത്തെ 1000 രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം ഒരു വേദിയിൽ, അന്ന് 1000 പേരുടെ ശബ്ദം ഒരു വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന CN അണ്ണാദുരൈ എഴുന്നേറ്റതെന്ന് പ്രഖ്യാപിച്ചതാണ് ശിവഗംഗൈ സേതുരാശരുടെ ഇനിയുള്ള പേര് പലകുറൽ മന്നൻ എന്നാണ്. തമിഴിലൊരു ചാനലിൽ ഞാനിത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞുള്ള ടൈമിൽ നടന്നിരുന്ന ഒരു കോമഡി പ്രോഗ്രാം അത് ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ ശിവഗംഗൈ സേതുരാശരുടെ മകനായ സേതു എന്ന കലാകാരൻ. സേതു മികച്ച ആർട്ടിസ്റ്റാണ്. പക്ഷേ ദ ഫാദർ ഓഫ് ഇന്ത്യൻ മിമിക്രി ആരെന്ന് ചോദിച്ചാൽ, മിമിക്രി എന്നതിനേക്കാൾ കൂടുതൽ അതിനെന്താ പറയുക, വെന്റിലോക്കിസം എന്ന് പറയാം, അനുകരണകല എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വേണുമാധവൻ്റെ പേരാണ്. ആണോ? വേണുമാധവനാണോ മനസ്സിൽ? വാറങ്കലിലെ വേണുമാധവ് ഇന്ത്യയിലെ അനുകരണ കലയുടെ പിതാവാണ്. 2018 മരിച്ചു. വേണുമാധവ് മരിച്ചപ്പോൾ എത്ര വയസ്സായി സാർ? 85 വയസ്സായി വേണുമാധവ് മരിച്ചപ്പോൾ. 85 വയസ്സ് പിന്നിട്ട് വേണുമാധവ് മരിച്ചപ്പോൾ. UN ആദ്യമായിട്ട് മിമിക്രി അവതരിപ്പിച്ച ആളാണ് പുള്ളി, ഐക്യരാഷ്ട്രസഭയിലെ ഓഫീസിൽ. ഏറെ ആഹ്ലാദകരമാണ്. ശിവമുരളി എന്നൊരു മത്സരാർത്ഥി വന്നിട്ട് ഫാദർ ആബേലിൻ്റെ പേര് വിചാരിക്കുമ്പോൾ, പ്രിയങ്കരനായ സുനീഷ് വാരനാട് വന്നിട്ട് വേണുമാധവിനെ മനസ്സിലോർക്കുമ്പോൾ, നോക്കൂ, ഒരു വൈജ്ഞാനിക യാത്രയുടെ അടയാളപ്പെടുത്തൽ ഒരു പേര് മനസ്സിൽ വിചാരിക്കുക, അത് കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടെത്താതിരിക്കുക എന്നതല്ല. മറിച്ച് ഞാനിതാ 100 മീറ്റർ ഓടുവാൻ വേണ്ടി ആദ്യത്തെ മീറ്ററിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ച്, ആ വഴിയിൽ മുൻപേ കടന്നുപോയവരെക്കുറിച്ച് എനിക്ക് നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയാണ്. നേരല്ല വേണുമാധവ്, ഇന്ത്യൻ ഇംപ്രഷനിസ്റ്റ്, വെൻട്രിലോക്വിസ്റ്റ്, ഇന്ത്യൻ മിമിക്രിയുടെ പിതാവെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ മിമിക്രിയുടെ തുടക്കക്കാരനായും മാസ്റ്ററായും വാഴ്ത്തപ്പെടുന്നു. സെലിബ്രിറ്റികൾ, രാഷ്ട്രീയക്കാർ, സിനിമാ കലാകാരന്മാർ മുതലായവരെ അനുകരിച്ച് ജനപ്രീതി നേടി. ലോകത്തിലാദ്യമായി ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് മിമിക്രി അവതരിപ്പിച്ചു. മിമിക്രി കല എന്ന പേരിൽ തെലുങ്കു ഭാഷയിൽ മിമിക്രിയെ ആധാരമാക്കി പുസ്തകം രചിച്ചിട്ടുണ്ട്. ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുമുണ്ട്.